പക്ഷേ ചേലക്കരയിൽ എന്തൊരാവേശമായിരുന്നു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് വന്നപ്പോഴായിരുന്നു. ഓരോ പ്രചരണ വാഹനത്തിലും കയറാൻ വേണ്ടിയിട്ട് തറയിൽ കൂടെയല്ല, പ്രവർത്തകരൊക്കെ ഉയർത്തിയെടുത്തുകൊണ്ടാണ് ഓരോ പ്രചാരണ വാഹനത്തിലോട്ടും കൊണ്ടുപോകുന്നത്. രമ്യയുടെ ഡാൻസ്, ബാക്കി UDF നേതാക്കളുടെ ഡാൻസ് എന്തൊക്കെ കാണണമായിരുന്നു. അവസാനിച്ചു, പ്രചരണമൊക്കെ അവസാനിച്ചു, ശരിയാണ്. പക്ഷെ ആ ആവേശം ഇപ്പോഴും അങ്ങോട്ട് തുടരുന്നുണ്ടല്ലേ? പൂജ ഈ വാർത്ത വായിച്ചു തുടങ്ങുന്ന സമയത്ത് പറഞ്ഞത് ഒരു പൂരം കഴിഞ്ഞെന്ന്, ഒരു പൂരത്തിന് സമാനമായി, അത്രമേൽ അഴകുള്ളതെന്നൊക്കെ അതിനിങ്ങനെ പല വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്ന ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സ്ഥലം കാണുമ്പോൾ ഒരു പൂരം കഴിഞ്ഞിട്ടുള്ള ഒരു പൂരപ്പറമ്പിൽ ഒരു പൂരം കൊടി ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക, അക്ഷരാർത്ഥത്തിൽ ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പൂരം അതങ്ങനെ കൊട്ടിക്കയറി എന്നൊക്കെ പറഞ്ഞ ആവേശത്തിന്റെ കൊട്ടുമുടിയിലേറി കഴിഞ്ഞ് ആ പൂരം ഇവിടെ കൊടി ഇറങ്ങിയിരിക്കുന്നു. ആ പൂരം കഴിഞ്ഞു, ഇനി നമുക്ക് മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ കാണാമെന്ന് പറഞ്ഞ് കൊമ്പന്മാർ, നമുക്കറിയാം ഈ തൃശ്ശൂർ പൂരത്തിലൊക്കെ ചില ചടങ്ങുകളുണ്ട്. ഈ വിട ചൊല്ലി ഇരു കൂട്ടരും വന്ന് തുമ്പിക്കൈ കൊണ്ട് ആനകൾ പരസ്പരം അഭിവാദ്യം ചെയ്ത് മടങ്ങുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതുപോലെയൊക്കെയാണ് ഇവിടെ 3 മുന്നണികളും അതുപോലെയും കൊട്ടിക്കയറി കഴിഞ്ഞു. ഇനി അവര് പോളിംഗ് ബൂത്തിൽ കാണേണ്ടതുണ്ട്. നാളെ നിശബ്ദ പ്രചാരണമാണ്, നാളെയും വോട്ട് ഉറപ്പിക്കും പല രീതിയിലും. എങ്കിൽ പോലും ഇന്ന് അതിന്റെ ആ കുറെ ദിവസങ്ങളായിട്ടുള്ള ആവേശം അത് അവസാനിക്കാൻ എനിക്കൊപ്പം തന്നെ ഈ ആവേശവും ഈ ദിവസങ്ങളിലൊക്കെയും ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ചേലക്കരയിൽ നിന്ന് ചേലക്കരയുടെ ഓരോ സ്പന്ദനവും നമ്മളിലേക്ക് എത്തിച്ച ഷിനോജ്, ഒപ്പം തന്നെ ലിഷോയ്, അരുൺ, അമൃതനാഥ് 3 പേരും എനിക്കൊപ്പമുണ്ട്. അതങ്ങനെ പൂരം കഴിഞ്ഞു അല്ലേ? പൂരം കഴിഞ്ഞു എന്ന് പറയാൻ കഴിയൂ. പൂരം ഇറങ്ങി, ഇറങ്ങി എന്ത് ചെയ്യണം എന്ന് അറിയാത്ത തരത്തിലുള്ള ഒരു ആവേശമായിരുന്നു കഴിഞ്ഞ. കാരണം ചേലക്കരയിൽ ഇമാതിരി ഒരു പൂരം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ഈ ഇലക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ചേലക്കരയ്ക്കല്ലോ, നമ്മൾ തൃശ്ശൂരാണ് ക്യാമ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂരിൽ ഉള്ള അത്രയ്ക്ക് ആവേശം ചേലക്കരയിൽ ഉണ്ടാവാറില്ല. ഇതിപ്പോ ചേലക്കരയിലാണ് തൃശ്ശൂർ പൂരം. അതുകൊണ്ട് ചേലക്കരയ്ക്ക് പലതും പറയാനുണ്ടെന്ന് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ല, അക്ഷയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത്രയും കളർ ആവുമെന്ന്. ഇപ്പൊ എന്തായി? ഇല്ലാത്ത കളറില്ലായിരുന്നു അവസാനം ഇവിടുത്തെ ഇല്ലായിരുന്ന കളറില്ല. സംശയത്തിലായിരുന്നു, ഇതെല്ലാം ആവേശമില്ലായിരുന്നു. പിന്നീട് നമ്മുടെ വാക്കുകൾ പോലും കേൾക്കാത്ത ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്താൽ കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ കേൾക്കാനാകാത്ത ശബ്ദത്തിനൊപ്പം ഇത് കാണാൻ എന്തോ മനോഹരമായി. ഇതൊരു ശക്തി പ്രകടനമായിരുന്നു. അതായത് ഞങ്ങളാണ് ശക്തർ എന്ന് ഓരോ വിഭാഗക്കാരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് ചേലക്കര എന്തായാലും തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ ഉത്സവം ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ കൊട്ടിക്കലാശം അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു മനോഹാരിത കൂടിയാണ് അല്ലേ ഇങ്ങനെയും കൊട്ടിക്കയറുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ഒരു വൈബിലേക്ക് നമ്മൾ എത്തുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഒരു അരമണിക്കൂർ അവിടെ നിന്ന് കൊട്ടി കയറുകയായിരുന്നു. അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, അവർ K രാജന്റെ ഡാൻസ് അവസാനമൊക്കെ എന്നാ ഡാൻസ് ആയിരുന്നു. അത് ആരായാലും ഇങ്ങനെയുള്ള ഒരു ആവേശം വന്നു കഴിഞ്ഞാൽ കൈ ഉയർത്തി ഒന്ന് ഡാൻസ് കളിച്ചു പോകും. അതാണ് പിന്നെ ഇത്രയധികം ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അക്ഷയ ഡാൻസ് വെച്ചു. ഞാൻ നോക്കും ഇവിടെ എന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് അരുൺ ഷിനോജ് ഇവിടെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അക്ഷയൊക്കെ ചോദിച്ചത് BJP-ക്കാരവിടെ പിന്നെ BJP-ക്കാർ കൂടെ വന്നു. ഇവിടെ BJP-യുടെ എൻട്രി പറയാതിരിക്കാൻ വയ്യ. എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ ഒരു പക്ഷെ ഇപ്പൊ പ്രേക്ഷകർക്കായി കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നു വിചാരിക്കും. ലേറ്റായി വന്നാലും അവസാനം 5 മണിയോടെ അടുപ്പിച്ചാണ് അവർ എത്തുന്നത്. ഒരുപക്ഷെ അവർക്ക് ഈ K സുരേന്ദ്രമായി പത്രസമ്മേളനം ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അവർ എത്തുന്നത്. അത് വന്ന് അതിനുശേഷം അവരുടെ ഒരു വരവെന്ന് പറയുന്നത് ഈ പറമ്പ്, ഈ ചേലക്കര ബസ് സ്റ്റാൻഡ് ഒരു ഉത്സവ പറമ്പാക്കിയത് BJP-ആണ്. നമുക്ക് നിൽക്കാൻ സ്ഥലമില്ലാതെ ആക്കിയത് BJP തന്നെയാണ്. അപ്പുറത്തൊരു ചെങ്കടലാണെങ്കിൽ ഇപ്പുറത്ത് ഒരു ത്രിവർണ്ണക്കടലായിരുന്നു കോൺഗ്രസിന്റെ. തീർച്ചയായും. അതായത് അത് ഇത്രയും ഏരിയ ഉണ്ട്, അത് അവിടെ കുറച്ച് ഏരിയ ആണ്. പക്ഷെ അവിടെ തിങ്ങി നിറഞ്ഞാണ്. അവിടെയും കാവടിയും മേളവും നാസിക് ഡോലും എല്ലാം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ചോദിക്കുന്നത് ഒന്നും കേൾക്കാത്തത് നമ്മൾ നോക്കുന്നുള്ള രീതിയിലേക്ക്. അതെ, ഇതൊരു സൂചനയാണ്. അതായത് ഇത്രത്തോളം ആവേശമുള്ളത് തന്നെയായിരിക്കും ചേലക്കരയിലെ പോളിംഗ് ദിവസവും. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ മനസ്സും എങ്ങനെയാകും എന്നുള്ളത് ഒരു രീതിക്കും ഇപ്പോൾ ഈ 3 മുന്നണികൾ നിസ്സംശയം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തായാലും പോളിംഗ് ശതമാനം ചേലക്കരയിൽ കൂടും എന്നൊരു കാര്യം ഇവർ 3 പേര് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പോളിംഗ് കൂടും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം. ഒപ്പം തന്നെ ഈ പല വർണ്ണങ്ങൾ നമ്മൾ പറയുന്നു, പല ആളുകൾ വന്ന് പല കലാരൂപങ്ങൾ ഇതൊക്കെ സംഗമിക്കുന്നു പറയുമ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിലും ഇതുപോലെയാണ്. നമുക്ക് ഒരിക്കലും പൊതുജനത്തിന്റെ മനസ്സിൽ എന്താണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനാവില്ല. വാക്പോര് കണ്ടു, പ്രചാരണത്തിലെ പോര് കണ്ടു. ഇവിടെ ഒരു സ്റ്റെപ്പ് ഇടുമ്പോ അപ്പുറത്ത് K രാജൻ സ്റ്റെപ്പ് ഇടുന്നു, രാഹുൽ മാങ്കൂട്ടൽ സ്റ്റെപ്പ് ഇടുന്നു. അതിനിടയ്ക്ക് നിന്ന് ആൾക്കാരാണല്ലോ പലരുടെയും സൗണ്ട്
സൗണ്ട് പോലും ഇടയ്ക്ക് ഞങ്ങൾക്ക് കേൾക്കുന്നില്ലായിരുന്നു. വയനാട്ടിലേക്കൊന്ന് പോകണം. എം കമൽ അവിടെയുണ്ട്, ഷഹീദുമുണ്ട്. ആദ്യം കമലിലേക്ക്. കമൽ, രാഹുലും പ്രിയങ്കയൊക്കെ അത്രത്തോളം ആവേശം നിറച്ച് വന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കൊട്ടിക്കലാശത്തിന് ഏറ്റവും അവസാന ഹൈലൈറ്റ് ആയിരുന്നത് അത് സത്യം മൊകേരി തന്നെയായിരിക്കും. എന്നാ ഒരു ഡാൻസ് ആയിരുന്നു! ആ എനർജിയൊക്കെ എങ്ങനെ ഒഴുകി വന്നത് ചിലപ്പോൾ അവിടെ കൂടിയുന്ന പ്രവർത്തകരും ഈ കണ്ടുനിന്ന ഓരോ അണികളും അങ്ങ് ചിന്തിച്ചു പോവായിരുന്നു. അത്രയ്ക്ക് കളറായിരുന്നു. പൂജ, അത് തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ ഇന്നത്തെ ഏറ്റവും ആവേശകരമായ ഒരു ദൃശ്യം സത്യൻ മൊകേരിയുടെ നൃത്തച്ചുവടുകൾ തന്നെയായിരുന്നു. സത്യേട്ടനെ നമുക്ക് വർഷങ്ങളായി അറിയാം. അദ്ദേഹത്തിന്റെ 2019 തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചരണമൊക്കെ ഞാൻ കവർ ചെയ്ത ആളാണ്. അതിനും വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തെ അറിയാം. വളരെ സൗമ്യനും ശാന്തനൊക്കെ ആണെങ്കിൽ ഒരു ഗൗരവ പ്രകൃതക്കാരനാണെന്നാണ് നമ്മൾ പൊതുവെ കരുതുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സത്യൻ മൊകേരി. അദ്ദേഹം പോലും ആവേശം, അവസാന ഘട്ടത്തിൽ ആവേശത്താൽ പ്രവർത്തകർക്കൊപ്പം ചുവടുകൾ വയ്ക്കുകയായിരുന്നു. അത്രയും ആവേശകരമായിരുന്നു വയനാട്ടിലെ കൊട്ടിക്കലാശം. രാവിലെ സുൽത്താൻ ബത്തേരിയിൽ റോഡ് ഷോ ആയിരുന്നു, പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും. പിന്നീട് തിരുവമ്പാടിയിലും റോഡ് ഷോ നടന്നു. പക്ഷേ ഈ അവസാന നിമിഷങ്ങളിൽ പൂജ പറഞ്ഞതുപോലെ തന്നെ സത്യൻ മൊകേരിയുടെ നൃത്തച്ചുവടുകളാണ് കൊട്ടിക്കലാശത്തെ ഏറ്റവും ആവേശകരമാക്കിയത്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഉണ്ടായിരുന്നത് സുൽത്താൻ ബത്തേരിയിലായിരുന്നു. അവർ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ കയറിയതുപോലെ തന്നെ കെ സുരേന്ദ്രന്റെ മത്സരത്തിന്റെ അവസാന കൊട്ടിക്കലാശത്തിൽ ഉണ്ടായതുപോലെ തന്നെ ക്രെയിനൊക്കെ ഉപയോഗിച്ച് ക്രെയിനിൽ കയറി നിന്നാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. സുൽത്താൻ ബത്തേരിയിലും വലിയ ആവേശം തന്നെയാണ് കൊട്ടിക്കലാശ സമയത്തുണ്ടായത്. എന്തായാലും പക്ഷേ അവസാന മിനിറ്റുകളിൽ, അവസാന 5 മിനിറ്റുകളിൽ സത്യൻ മൊകേരിയുടെ നൃത്തച്ചുവടുകൾ തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിൽ വയനാട് മണ്ഡലത്തിൽ ഏറ്റവും ആവേശകരമായ ദൃശ്യമായി മാറിയത്. ശരിയാണ്. ആദ്യഘട്ടത്തിലൊക്കെ രാഹുലും പ്രിയങ്കയൊക്കെ വലിയ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പ്രിയങ്ക സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. BJPയുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഒക്കെ മറ്റേ നേരത്തെ രതീഷും അഭിലാഷും ഒക്കെ പറഞ്ഞ പോലെ എയറിലായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ അത് അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പോലും അത്രത്തോളം ഉയരത്തിൽ നിന്ന് പോലും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന നവ്യ ഹരിദാസിനെ പോലും കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ കാഴ്ച നമുക്ക് മുന്നിലേക്ക് വന്നത്. സത്യൻ മൊകേരിയുടെ ഒരു ഡാൻസ്. ഷഹീദിലേക്ക് കൂടി പോവുകയാണ്. ഷഹീദ് അങ്ങ് തിരുവമ്പാടിയിലായിരുന്നു. ഷഹീദ്, തിരുവമ്പാടിയുടെ കാര്യമൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പൂജ, തീർച്ചയായും വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലുള്ള നിയമസഭാ മണ്ഡലം തിരുവമ്പാടി, അവിടെയാണ് കൊട്ടിക്കലാശത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുത്തത്. രാഹുൽ ഗാന്ധിക്കൊപ്പം അവർ ഇവിടെ എത്തി. ഏകദേശം ഒരു 10-12 മിനിറ്റ് ഇരുവരും തിരുവമ്പാടിയിലെ ജനങ്ങളോട് അഭിസംബോധന ചെയ്തു. നിരവധി ആളുകൾ ഏകദേശം ഉച്ചയ്ക്ക് 1 മണി 2 മണി മുതൽ തന്നെ ആളുകൾ കനത്ത വെയിൽ അവഗണിച്ച് ആളുകളോട് എത്തിയിരുന്നു. ഒരു 3 മണി 3:30 4 മണിയോട് കൂടി തന്നെ ശക്തമായ മഴ പെയ്തു തിരുവമ്പാടി. പക്ഷെ അതിനൊക്കെ അവഗണിച്ച് നിരവധിയായ ആളുകൾ ഇവിടെ എത്തിയിരുന്നു. 12 മിനിറ്റ് അവരുടെ സംസാരത്തിൽ ഉടനീളം അവർ കൂടുതൽ സമയം ചെലവഴിച്ചത് വയനാടിനോടുള്ള വോട്ടർമാരോടുള്ള സ്നേഹപ്രകടനത്തിനായിരുന്നു. ഈ വയനാടുമായുള്ള ആത്മബന്ധം, സ്നേഹബന്ധം അത് ശക്തമായി തുടരും. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം പാതി വഴിയിൽ വെച്ച് രാഹുൽ ഗാന്ധി വയനാടിന് ഉപേക്ഷിച്ച് മടങ്ങുന്നു എന്നുള്ള വിമർശനമൊക്കെ എതിർ സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിമർശനത്തെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അത്തരമൊരു ഈ സ്നേഹം, വയനാടുമായുള്ള സ്നേഹം കൂടുതൽ പറയാൻ വേണ്ടിയാണ് രണ്ടുപേരും, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സമയം ചെലവഴിച്ചത്. അവർ അധികം സമയം ഈ 5 മണി 6 മണി വരെ കൊട്ടിക്കലാശത്തിന് അവസാനം വരെ അവർ കാത്തിരുന്നില്ല. ഏകദേശം ഒരു 4:30 തന്നെ ഇരുവരും തിരുവമ്പാടി വിട്ടു. അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. UDF LDF പ്രവർത്തകർ മുഖാമുഖം വന്നത് ചെറിയ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഇടപെട്ടു, അതുപോലെ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ 6 മണി വരെ കാത്തിരിക്കാതെ ഏകദേശം ഒരു 5:40 തന്നെ തിരുവമ്പാടിയിലെ കൊട്ടിക്കലാശം പൂർണ്ണമായും നിർത്തിവെക്കാൻ വേണ്ടി പോലീസ് നിർദ്ദേശം നൽകി. പക്ഷേ അതങ്ങനെ വലിയൊരു സംഘർഷ രീതിയിലേക്കൊന്നും പോയില്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില വാക്കുതർക്കങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ സംഘർഷം അല്ലെങ്കിൽ അത്തരം അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ഇടപെടൽ നടത്തി. പക്ഷേ വലിയ ആവേശത്തോടെയും പ്രത്യേകിച്ചും ഈ രാഹുലും പ്രിയങ്കയും അടങ്ങിയ ശേഷം സത്യൻ മൊകേരിയുടെ അനുയായികൾ, അതായത് LDF പ്രവർത്തകരും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് മുന്നണികളെയും ആളുകൾ വളരെ സജീവമായി തിരുവമ്പാടിയിൽ കൊട്ടിക്കലാശത്തിന് വേണ്ടി സാന്നിധ്യമായി ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായും ഈ തിരുവമ്പാടി കൊട്ടിക്കലാശത്തിന് പ്രിയങ്ക തിരഞ്ഞെടുത്തത് വളരെ പ്രധാനമുണ്ട്. കുടിയേറ്റ മേഖലയാണ്, കർഷക മേഖലയിലാണ്. അവരുടെ പ്രശ്നം ഞാൻ കൂടുതൽ അഡ്രസ് ചെയ്യുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ കൂടിയാണ് അവസാന നിമിഷം അവർ എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവരുടെ അവസാനവട്ട കൊട്ടിക്കലാശം അതങ്ങ് കളറാക്കി മാറ്റി എന്ന് തന്നെ പറയണം. പരസ്യ പ്രചാരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചാരണം. അതിനുശേഷം ജനങ്ങൾ വിധി എഴുതും.